നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കേരളത്തെയും വഞ്ചിക്കാൻ ശ്രമമോ? നമ്മൾ ജാഗരൂകരായിരിക്കണം. കാരണം തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങളായി, പക്ഷേ യഥാർത്ഥ പോളിംഗ് ശതമാനം ഇന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ പറയുന്ന 79.63% പോലും പൂർണ്ണ കണക്കല്ലെന്ന് തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ ചോദ്യം, എന്താണ് ഒളിപ്പിക്കുന്നത്? എന്തിനാണ് ഈ താമസം? ഏപ്രിൽ 9 വോട്ട് ചെയ്തു, മെയ് 4 ഫലം വരുന്നു. അപ്പോൾ 25 ദിവസത്തെ ഇടവേള. അതിനുശേഷം വെറും 20 ദിവസത്തിനകം തെളിവുകൾ തന്നെ ഇല്ലാതാകും. അപ്പോൾ നാം ഇന്നും ശാന്തരായി ഇരിക്കണോ, അല്ലെങ്കിൽ ജാഗ്രതയോടെ ഉണരണോ? മഹാരാഷ്ട്രയിൽ സംഭവിച്ചതും ബീഹാറിൽ ഉയർന്ന സംശയങ്ങളും ഇന്നും നമ്മൾ എല്ലാം കണ്ടതാണ്. ഇനി കേരളം. ഇവിടെ ഒരു ശക്തമായ ജനവിധി ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി കണക്കാക്കപ്പെടുന്നുണ്ടോ എന്നത് നാം ഉറപ്പാക്കേണ്ട സമയമാണ് ഇത്. ഇന്ന് നമ്മൾ ഉണർന്നില്ലെങ്കിൽ നാളെ ചോദിക്കാൻ പോലും അവകാശമുണ്ടാകില്ല. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇത് വെറും രാഷ്ട്രീയ വീഡിയോ അല്ല. നമ്മുടെ വോട്ട് മോഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നും നമ്മുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നും അറിയാനുള്ള ഒരു യഥാർത്ഥ ഗൈഡാണ് ഈ വീഡിയോ. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. യഥാർത്ഥ പോളിംഗ് ശതമാനം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന 79.63% പോലും പൂർണ്ണ കണക്കല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുന്നു. സർവീസ് വോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല പോലും. അതായത് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിന്റെ ഒരു ഭാഗം മാത്രം. എന്നാൽ ചോദ്യം, എന്തിനാണ് ഈ ഒളിച്ചുകളി? മുൻപ് മണിക്കൂറുകൾക്കകം കൃത്യമായ ഡേറ്റ നൽകിയിരുന്ന സംവിധാനമാണ് ഇന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏകദേശ കണക്കുകൾ പറഞ്ഞ് സമയം നീട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇത് വെറും വൈകിപ്പ് മാത്രമല്ല, അത് വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ജനാധിപത്യത്തിൽ സംശയം തുടങ്ങുന്നിടത്ത് തന്നെ ജാഗ്രത ഇരട്ടിയാകണം. അല്ലെങ്കിൽ ആ സംശയം പിന്നീട് യാഥാർത്ഥ്യമായി മാറും എന്നത് നിശ്ചയം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്ര ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഒരു കണക്ക് മാത്രം മതി. അതായത് വോട്ടെടുപ്പ് നടന്നത് ഏപ്രിൽ 9, ഫലം വരുന്നത് മെയ് 4. ഇടയിൽ 25 ദിവസത്തെ ഇടവേള. ഈ 25 ദിവസമാണ് ഏറ്റവും നിർണായകമായ കാലയളവ്. പക്ഷേ അതിലും വലിയ സത്യം എന്താണ്? നിയമപ്രകാരം CCTV ദൃശ്യങ്ങൾ 45 ദിവസത്തിനകം നശിപ്പിക്കപ്പെടും. അതായത് ഫലം വന്നിട്ട് ശേഷം നമുക്ക് ബാക്കി സമയം വെറും 20 ദിവസം മാത്രം. ഈ 20 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും തെറ്റ് തെളിയിക്കണം, അല്ലെങ്കിൽ തെളിവ് തന്നെ ഇല്ലാതാകും. ഇതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം. ഇത് നീതി ലഭിക്കാൻ സഹായിക്കുന്ന സംവിധാനം അല്ല, മറിച്ച് നീതി നഷ്ടപ്പെടാൻ വഴിയൊരുക്കുന്ന ഒരു വലിയ കുടുക്കാണ്. ഈ കണക്ക് തന്നെ നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ഇപ്പോൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പിന്നെ അവസരം നമുക്കുണ്ടാകില്ല എന്നത് വ്യക്തം. ഇത് വെറും ഒരു ആശങ്ക മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനു മുമ്പ് കണ്ട യാഥാർത്ഥ്യമാണ്. മഹാരാഷ്ട്രയിൽ പോളിംഗ് കണക്കുകളിൽ ഉള്ള വ്യത്യാസങ്ങൾ അത് വലിയ ചർച്ചയായി. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ ഫലം മാറിയില്ല. ഒരിക്കൽ ഫലം പ്രഖ്യാപിച്ചാൽ പിന്നെ തിരുത്താൻ കഴിയില്ല എന്നത് അവിടെ തെളിഞ്ഞ സത്യമാണ്. ബീഹാറിലും അവസാന ഘട്ട വോട്ടുകൾ എങ്ങനെ കണക്കിൽ ചേർന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. ചില മണ്ഡലങ്ങളിൽ ലീഡ് അവസാന നിമിഷങ്ങളിൽ മാറി എന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമേ അല്ല. ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു രീതിയാണ്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്, നമ്മൾക്ക് നേരിട്ട് ലഭിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പ്. അപ്പോൾ ചോദ്യം നമ്മളോടാണ്: ഇതെല്ലാം കണ്ടിട്ടും നാം ഇനിയും ശാന്തരായി ഇരിക്കണോ, അല്ലെങ്കിൽ ജാഗ്രതയോടെ നിലകൊള്ളണോ? കാരണം ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് വോട്ടെടുപ്പിൽ മാത്രമല്ല, വോട്ടെണ്ണൽ വരെ ഒരു കാവലായി ഇരിക്കുമ്പോഴാണ്. ഇന്ന് നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നാളെ എന്ത് സംഭവിച്ചാലും ചോദിക്കാൻ പോലും നമുക്ക് അവകാശം ഉണ്ടാവില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രം: നമ്മുടെ വോട്ട്
നമ്മുടെ ഉത്തരവാദിത്വം. അത് സംരക്ഷിക്കാൻ ഇനി സമയം വളരെ കുറവാണ്. നമുക്ക് കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഒരു വ്യക്തമായ രാഷ്ട്രീയ അന്തരീക്ഷം കാണാം. UDF തരംഗം ഇവിടെ നിലനിൽക്കുന്നു. ഇത് പൊതുവായി വിലയിരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് വെറും അഭിപ്രായമല്ല, ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതേ സമയത്താണ് ഏറ്റവും കൂടുതൽ ജാഗ്രത ആവശ്യമാകേണ്ടത്. കാരണം ചരിത്രം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ വിധി ഒരു വശത്തേക്ക് ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ സ്വാധീനിക്കാൻ ശ്രമങ്ങളും അത്ര തന്നെ ശക്തമായി ഉണ്ടാകും എന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇത് നടക്കില്ല എന്ന അമിത ആത്മവിശ്വാസം തന്നെ ഏറ്റവും വലിയ അപകടകരമാണ് എന്ന് ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ തുറന്നു പറയുന്ന ഒരു സത്യം. ഇത്തരം സാഹചര്യങ്ങൾ ചിലർക്ക് മാൽ പ്രാക്ടീസ് നടത്താനുള്ള അവസരമായി മാറാം എന്നത്, പ്രത്യേകിച്ച് ഫലം നിർണായകമാകുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തകനും ഓരോ വോട്ടർമാരും ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമാണ്: ജാഗ്രത നഷ്ടപ്പെട്ടാൽ ജനവിധി പോലും നഷ്ടപ്പെടാം. ഇതൊരു ഭയം സൃഷ്ടിക്കാൻ പറയുന്ന കാര്യമല്ല സുഹൃത്തുക്കളെ, ഇത് സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യ സാധ്യത തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സത്യം നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥമായ കണക്ക് അതിപ്പോൾ ജനങ്ങളുടെ കൈകളിലാണ് എന്നുള്ളത്. അതായത് ഓരോ ബൂത്തിലുമുള്ള ഫോം 17C, അതാണ് യഥാർത്ഥ രേഖ. പോളിംഗ് ഓഫീസർ ഒപ്പിട്ടത്, ഓരോ ബൂത്ത് ഏജന്റിനും നൽകിയതും അതാണ്. അതായത് EVM-ൽ പിന്നീട് എന്ത് കണക്ക് വന്നാലും ആദ്യം രേഖപ്പെടുത്തിയ യഥാർത്ഥ വോട്ടുകളുടെ എണ്ണം ഈ ഫോമിലാണുള്ളത്. അതാണ് സത്യം, അതാണ് തെളിവ്, അതാണ് ഇന്ന് നമ്മളുടെ ഏറ്റവും വലിയ ആയുധം. എന്നാൽ ഇവിടെ ചോദ്യം ഇതാണ്: ഈ ആയുധം നാം ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ വെറുതെ കാത്തിരിക്കുമോ? കാരണം നാം ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നാം തന്നെയാണ് നമ്മുടെ അവകാശം കൈവിടുന്നത്. ഫോം 17C ഒരു പേപ്പർ മാത്രമല്ല, അത് നമ്മുടെ വോട്ടിന്റെ സുരക്ഷയാണ്, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് വെറും നിർദ്ദേശങ്ങളല്ല, ഓരോ പ്രവർത്തകനും ഓരോ വോട്ടർമാരും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇത് അവഗണിച്ചാൽ പിന്നീട് ചോദിക്കാൻ പോലും നമുക്ക് അവകാശം ഉണ്ടാകില്ല. ഇപ്പോൾ ജാഗ്രത പുലർത്തുന്നത് തന്നെ നമ്മൾ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്ന ആദ്യ ചുവടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഒന്നാമതായി ഓരോ ബൂത്തിലുമുള്ള ഫോം 17C നമ്മൾ ശേഖരിക്കണം. ഇതൊരു സാധാരണ പേപ്പർ അല്ല, ഇത് നിങ്ങളുടെ വോട്ടിന്റെ യഥാർത്ഥ തെളിവാണ്. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പരിശോധനയും നടത്താൻ കഴിയില്ല എന്നത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത് ശേഖരിക്കേണ്ടത് ഈ വോട്ട് സംരക്ഷിക്കേണ്ടതിന്റെ ആദ്യത്തെ ചുവടാണ്. ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഡേറ്റ ഇല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വഴിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഇനി രണ്ടാമതായി ഫോം 17Cയിലെ കണക്കുകളും ഇപ്പോൾ പുറത്തു വന്ന 79.63%, അതായത് 79.63% പോലുള്ള കണക്കുകളും തമ്മിൽ കൃത്യമായി പൊരുത്തം പരിശോധിക്കണം. ഇതൊരു ഫോർമാലിറ്റി അല്ല, ഇത് നിർണായകമായ പരിശോധനയാണ്. മണ്ഡലം അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ടോ എന്ന് കണ്ടെത്തണം. ചെറിയ വ്യത്യാസം പോലും വലിയ പ്രശ്നത്തിന് സൂചനയായിരിക്കാം. ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും തിരുത്താൻ കഴിയില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് സർവീസ് വോട്ടുകളും പോസ്റ്റൽ ബാലറ്റുകളും പ്രത്യേകം നിരീക്ഷിക്കുക. കാരണം പലപ്പോഴും ഫലം മാറ്റാൻ നിർണായകമായ പങ്ക് ഇവക്ക് വഹിക്കാൻ കഴിയും എന്നതാണ് വാസ്തവം. പുറത്തുവരുന്ന കണക്കുകളിൽ പോലും ഇവ പൂർണ്ണമായി ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയാണ് ബൂത്ത് ഏജന്റുമാർക്കും ഈ ഇലക്ഷനുമായി പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലെ ആളുകൾക്കും കൂടുതൽ ജാഗ്രത ആവശ്യമായി വരേണ്ടത്. ഇനി നാലാമതായി വോട്ടെണ്ണൽ ദിനത്തിൽ ഓരോ ബൂത്ത് ഏജന്റും ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. ഇതൊരു സാധാരണ ദിവസമല്ല, ഇത് നിർണായക ദിവസമാണ്. അതായത് ഫോം 17Cയിലെ കണക്ക് EVM-ൽ കാണിക്കുന്ന കണക്കുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് ഓരോ ഘട്ടത്തിലും ബൂത്ത് ഏജന്റുമാർ ഉറപ്പു വരുത്തണം. ഒരു നിമിഷം പോലും നിങ്ങൾ അലസത കാണിക്കരുത്. നിങ്ങൾ അലസത കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വോട്ടും മോഷ്ടിക്കപ്പെടുവാൻ നിങ്ങൾ അവസരമുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ കരുതണം എന്നാണ് ഒരു അപേക്ഷ. ഇനി അഞ്ചാമതായി ഒരു വോട്ട് പോലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. പിന്നീട് നോക്കാം എന്ന സമീപനം ഇവിടെ ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അവസരം ലഭിക്കില്ല.
അതേസമയം പ്രതികരിച്ചാൽ മാത്രമേ സത്യം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നതും ബൂത്ത് ഏജന്റുമാർ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. ആറാമതായി എല്ലാ തെളിവുകളും ഉടൻ ശേഖരിക്കുക എന്നുള്ളതാണ്. ഫോട്ടോ, വീഡിയോ, എല്ലാ രേഖകളും ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഒരു ചെറിയ തെളിവ് പോലും പിന്നീട് വലിയ സത്യമായി മാറാം. അതുകൊണ്ട് ഓരോ നിമിഷവും നിങ്ങൾ രേഖപ്പെടുത്തിയേ മതിയാവും. ഏഴാമതായി സംശയമുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. മൗനം പാലിക്കുന്നത് തെറ്റിനെ ശക്തമാക്കും. സത്യം പുറത്തു വന്നാൽ മാത്രമേ സമ്മർദ്ദമുണ്ടാവൂ. പൊതുജന ശ്രദ്ധ തന്നെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എട്ടാമതായി സമാന്തര കണക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഔദ്യോഗിക കണക്കുകൾ മാത്രം ആശ്രയിക്കാതെ യഥാർത്ഥ ഡേറ്റ അടിസ്ഥാനമാക്കി കണക്ക് പുറത്തുവിടുക എന്നതാണ്. ഇത് സുതാര്യത ഉറപ്പാക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു മാർഗമാണ്. സത്യം നമ്മൾ തന്നെ തെളിയിക്കണം, മറ്റാരും വന്ന് അത് ചെയ്യില്ല. ഇത് കടുത്ത ജാഗ്രത പോലെ നമുക്ക് തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ഒരിക്കൽ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പോലും സമയം കിട്ടാതെ പോകും. കോടതിയിൽ പോയാലും തെളിവ് വേണം. പക്ഷേ തെളിവ് തന്നെ 45 ദിവസങ്ങൾക്കകം ഇല്ലാതാകുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് നീതി ലഭിക്കാൻ സഹായമാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നീതി നഷ്ടപ്പെടുത്താൻ വഴിയൊരുക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മൾ പ്രതികരിക്കണം. അന്നേ ദിവസം തന്നെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കണം. അന്നേ ദിവസം നമ്മൾക്കായി നമ്മൾ മാറ്റിവെക്കണം. ബൂത്തിൽ നിൽക്കുന്ന ഓരോ ബൂത്ത് ഏജന്റും സാധാരണ വോട്ടർമാരുടെ ഒരു പ്രത്യാശയാണ്. അവരാണ് സത്യം പുറത്തു കൊണ്ടുവരേണ്ടതും അവരാണ് യഥാർത്ഥ റിസൾട്ട് ജനങ്ങൾക്കായി അറിയിച്ചു കൊടുക്കേണ്ടതും. സുഹൃത്തുക്കളെ, ഇതൊരു പാർട്ടിയുടെ പോരാട്ടമല്ല, ഇത് ജനതയുടെ അവകാശത്തിന്റെ പോരാട്ടമാണ്. ജനങ്ങളുടെ യഥാർത്ഥ വിധി മാനിപ്പുലേറ്റ് ചെയ്യരുത്. ഇതൊരു വാചകമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് നാം ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിൽ നാളെ ജനഹിതത്തെ അധികാരമുള്ളവന്റെ ഹിതമാക്കി മാറ്റാൻ അതാർക്കും തടയാൻ കഴിയില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജനാധിപത്യം ഒരു സംവിധാനമായി ഇവിടെ നിലനിൽക്കില്ല, അത് വെറും ഒരു വാക്കായി മാത്രം മാറും. ഇനി നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. കേരളവും മഹാരാഷ്ട്ര പോലെ ഒരു ഉദാഹരണമായി മാറും. നമ്മൾ അഭിമാനത്തോടെ പറയുന്ന സാക്ഷര കേരളം എന്നത് വെറും ഒരു മുദ്രാവാക്യമായി ചുരുങ്ങും. നാളെ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ നോക്കി ചിരിക്കാം, പക്ഷേ അത് സാധാരണ ചിരിയാകില്ല. പറ്റിക്കപ്പെട്ടവനെ നോക്കി ചിരിക്കുന്ന പരിഹാസമായിരിക്കും അതാണ് ഏറ്റവും വലിയ അപകടം. അതാണ് നമ്മൾ ഇപ്പോൾ ശക്തമായി ഒഴിവാക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ എല്ലാവരും ഒരു തീരുമാനം എടുത്തേ മതിയാവും. ഞങ്ങൾ ജാഗ്രതയോടെ നിൽക്കും എന്ന തീരുമാനം, ഓരോ വോട്ടും നമ്മൾ സംരക്ഷിക്കും എന്ന ഒരു തീരുമാനം, ഒരു വോട്ട് പോലും തെറ്റായി കണക്കാക്കപ്പെടുവാൻ നമ്മൾ അനുവദിക്കില്ല എന്ന വലിയ തീരുമാനം. ഇതൊരു രാഷ്ട്രീയ നിലപാടല്ല, ഇതൊരു പൗരന്റെ ഉത്തരവാദിത്തമാണ്. ഇത് ചെയ്യാത്തവർക്ക് നാളെ പരാതിപ്പെടാൻ പോലും അവകാശമുണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യം ഒരു ദിവസം കൊണ്ട് തകരില്ല, അത് അശ്രദ്ധ കൊണ്ട് തകരും. ഒരു ചെറിയ അനാസ്ഥ, ഒരു ചെറിയ മൗനം, അതാണ് വലിയ നഷ്ടമായി നമ്മൾക്ക് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണരണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ പ്രവർത്തിക്കുക. കാരണം സമയം നമ്മൾക്കായി ഒരിക്കലും കാത്തിരിക്കില്ല സുഹൃത്തുക്കളെ. നമ്മുടെ വോട്ട്, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി, അത് സംരക്ഷിക്കാൻ ഇനി സമയം വളരെ കുറവാണ് എന്ന വസ്തുത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇപ്പോൾ നാം ഉണരാതെ പോയാൽ നാളെ നമുക്ക് ചോദിക്കാൻ പോലും അവകാശം ഉണ്ടാകില്ല എന്നതും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാകും: എന്തുകൊണ്ട് നാം ഉണർന്നില്ല എന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും. കാരണം ഈ കഴിഞ്ഞ വോട്ടെടുപ്പ് കേരളത്തിന് വളരെ നിർണായകമാണ്. ആ വോട്ടെടുപ്പിൽ ഓരോരുത്തരുടെയും വോട്ട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനാൽ ഈ വോട്ട് സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എല്ലാവരും തന്നെ അറിയണം എന്നതും ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ വ്യക്തമായി പരിശോധിക്കും, ഞങ്ങൾ അത് ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമൻറ്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ
ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ യുദ്ധത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.